ഒരു കവിതയ്ക്കുള്ളിലെ സംഗീതം തന്നെയാണ് അതിൻ്റെ ഛന്ദസ്. അപ്പോൾ വാക്കുകളെ ഏത് താളത്തിൽ ഒതുക്കി നിർത്തണം എന്ന് ഒരു കവി തീരുമാനിക്കുന്നത് ആ കവിയുടെ പ്രതിഭയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ കവിപ്രതിഭയാണ് അതിൻ്റെ ശബ്ദശില്പത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു ഉദാഹരണം അതിന് മേഘദൂത കാവ്യത്തിലൂടെയാണ് മന്ദാക്രാന്ത എന്ന ഒരു വൃത്തത്തെ നമ്മൾ അറിയുന്നത്, സഹൃദയലോകം അറിയുന്നത്. ഈ മന്ദാക്രാന്ത എന്ന വൃത്തം ഉണ്ടാവുന്നത് ശാലിനി എന്ന മുമ്പുണ്ടായിരുന്ന വൃത്തത്തിലേക്ക് ഒരു 5 ലഘുക്കളെ കൂട്ടിച്ചേർത്തപ്പോഴാണ് മന്ദാക്രാന്ത ഉണ്ടാകുന്നത്. കശ്ചിത് കാന്താവിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമത്ത. കാന്താവിരഹ ഗുരു, ആ വിരഹ ഗുരു എന്ന ആ 5 ലഘുക്കൾ ഉണ്ടാക്കുന്ന ഒരു വിങ്ങൽ, അതാണ് ആ ഉള്ളിൽ കണ്ണീരുറന്നു നിൽക്കുന്ന മേഘദൂത കാവ്യത്തിന് യോജിച്ച വൃത്തമായി കാളിദാസ കവി മന്ദാക്രാന്തയെ സ്വീകരിക്കുന്നത്. പിന്നീടുള്ള സന്ദേശകാവ്യങ്ങളെല്ലാം തന്നെ മന്ദാക്രാന്ത വൃത്തത്തിൽ വന്നതുമെല്ലാം നമുക്കറിയാം. ആ ഒരു വിയോഗത്തെ, ആ ഒരു വിരഹത്തെ ദ്യോതിപ്പിക്കാനും ഒക്കെ ആ വൃത്തത്തെ ശക്തമാക്കിയത് അതിനുള്ളിലെ ആ ലഘുക്കൾ ചേർന്ന് വരുന്ന ഒരു വിങ്ങലാവാം. അതിനെ ആ കവി കണ്ടെത്തിയതുകൊണ്ടാണ് നമുക്ക് ആ വൃത്തത്തിൽ അതിനെ സ്വീകരിക്കാനും അതിനെ ആസ്വദിക്കാനും പറ്റിയത്. അത്തരത്തിൽ ഈ ഒരു തിരിച്ചറിവ് കവിക്കുണ്ടാവുക എന്നത് വലിയൊരു പ്രധാന കാര്യമാണ്. ആ തിരിച്ചറിവ് പ്രഭാവർമ്മ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സമകാലിക കവിതകളിൽ നിന്നും പ്രഭാവർമ്മ കവിതകൾ വ്യത്യസ്തമാകുന്നത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വൃത്തങ്ങളിൽ നിന്ന് ശ്രുതിസുഭഗമായ കേൾക്കാനിമ്പമുള്ളവയെ മാത്രമേ കവികൾ സ്വീകരിക്കാവൂ എന്ന് അഭിനവഗുപ്തൻ നിഷ്കർഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ഭാവത്തിനിണങ്ങുന്ന ശ്രുതിസുഭഗമായ സംസ്കൃത വൃത്തങ്ങൾ തന്നെയാണ് നമുക്ക് പ്രഭാവർമ്മ കവിതയിൽ കാണാനാവുന്നത്. അതിലെ ഏറ്റവും നല്ല ഉദാഹരണം ശ്യാമമാധവമാണ്. ഈ ലോകത്ത് തന്നെ ജീവിതത്തിൻ്റെ സകല സുഖാനുഭൂതികളെയും അതിൻ്റെ പരകോടിയിൽ തന്നെ ആസ്വദിക്കാനും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ആത്മാവിലെ ദുഃഖം, ശ്രീകൃഷ്ണൻ്റെ മനസ്സിലെ ദുഃഖം അന്വേഷിക്കുന്ന ഒരു കാവ്യമാണ് ശ്യാമമാധവം. ശ്യാമമാധവത്തിലാണ് അദ്ദേഹം ഏറ്റവും അധികം സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. കവിതയുടെ ആശയത്തിനിണങ്ങുന്ന ആ ശാർദൂല വിക്രീഡിതം പോലെയുള്ള വൃത്തങ്ങൾ ആ ഗാംഭീര്യത്തെ നിലനിർത്താൻ ഉതകുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ ആവണം അദ്ദേഹം അത് സ്വീകരിച്ചിട്ടുള്ളത്. കൃഷ്ണായനം എന്ന ആദ്യ ശീർഷകത്തിലെ ശ്ലോകം തന്നെ ചേതോദർപ്പണം ഇങ്ങു മേഘമയിലിൻ നീലത്തഴച്ഛായതൻ ശ്രീതാവുന്ന വിധം തെളിഞ്ഞു ഹരിനിൻ ശോകാവിലം മാനസം ശ്യാമം തീക്ഷ്ണതമാലമീ നിറമിതെന്തേറെ കനത്തിയിടുവാൻ കാര്യം ഗർഭസമാധി തൊട്ടു ഭഗവൻ നീയേറ്റ ദുഃഖങ്ങളാം. പിന്നീട് ദ്വാരകാവർത്തം എന്ന 2ാം ഭാഗത്തിൽ വളരെ മനോഹരമായൊരു വസന്തതിലകം ശ്ലോകമാണ്. എല്ലാം കഴിഞ്ഞു യുഗധർമ്മ പരീക്ഷ തീർന്നു ഇല്ലാതെയായി അവനി കർമ്മം അശേഷമെന്നായി ചിന്താഭരം മനമുടന്നു യുഗപ്രഭാവൻ ചെന്നാൻ വനത്തിൽ വേള തപിച്ചിരുന്നാൻ. ഇതിനെ തുടർന്ന് നമുക്ക് കീചകവധം കഥകളിയിലൊക്കെ കാണുന്നത് പോലെ ഒരു ദണ്ഡകമാണ്. ക്ഷോണീന്ദ്രപത്നിയുടെ വാണീം നിശമ്യ പുനരേണീ വിലോചന നടുങ്ങി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദണ്ഡകം നമുക്കവിടെ കാണാൻ പറ്റും. ഏതോ നിഷാദൻ അറിയാതെ തൊടുത്ത കണ കാലിൽ തുളച്ചു കയറുന്നു ഇടറിടുന്നോ മിഴി ഉഴറിടുന്നോ നിൽക്കുന്ന നിൽപ്പിലൊരു ചിത്തഭ്രമച്ചുഴലി മധ്യേ കറങ്ങി ഇടിയുന്നോ. ഇത്തരത്തിലൊക്കെ വളരെ നാടകീയമായ രംഗങ്ങൾ നമുക്ക് ശ്യാമമാധവത്തിൽ കാണാൻ പറ്റും. 3ാം ഭാഗമായ വിഷാദപർവത്തിൽ ആദ്യ ശ്ലോകം 22 അക്ഷരങ്ങളോടുകൂടിയ മത്തേഭവൃത്തത്തിലാണ്. ഈ മത്തേഭവൃത്തമൊക്കെ പലരും വളരെ കുറച്ചു മാത്രമേ നമുക്ക് സാഹിത്യത്തിൽ കാണാൻ പറ്റുള്ളൂ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനീ നവരത്ന മഞ്ജരിയിലൊക്കെ അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള ആരായുകിൽ തിരകൾ നീരായിടുന്നു പോലെ വളരെ വേദാന്തപരമായ കാര്യങ്ങളെയൊക്കെ അദ്ദേഹം വളരെ ലളിതമാക്കി പറഞ്ഞ വൃത്തമാണ് മത്തേഭവൃത്തം. ആ മത്തേഭവൃത്തത്തിൽ 22 അക്ഷരങ്ങളോടുകൂടിയ മത്തേഭവൃത്തത്തിൽ അദ്ദേഹം
പറഞ്ഞിരിക്കുന്നത് ഇല്ലാതിരിച്ചുവരവില്ലാ വചസ്സുമൊരു വില്ലൈതൊരമ്പുമൊരു പോൽ രണ്ടും തറച്ചു കയറും ചെന്നു ഹൃത്തടമതെന്നും മുറിച്ചു തറയും പണ്ടേ അറിഞ്ഞ കഥ എന്നാകയാല ഇതിനില്ലാ വിഷാദമണുവും എന്നാലും ഓർമ്മകളിലൂടെത്തി നെഞ്ചിനതു വിസ്ഫോടം എത്ര തുടരും. തുടർന്നുള്ളവ വസന്തതിലക ശ്ലോകങ്ങളാണ്. നാലാമത്തെ കാവ്യഭാഗമായ കർണാതപത്തിൽ 2 ശാർദൂല വിക്രീഡിത ശ്ലോകങ്ങൾക്ക് ശേഷം വളരെ ലളിതവും സുന്ദരവുമായ അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. ഒരു കണ്ണാടിയായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു ഞാനിതാ, നേർക്കുനേർ നിന്നു നീ നോക്കൂ, നിന്നെ നീ അറിയും വരെ. അതുപോലെ ധർമ്മസങ്കരം എന്ന 5-ാം ഭാഗത്തിൽ ആദ്യം 2 ശാർദൂല വിക്രീഡിത ശ്ലോകങ്ങൾക്ക് ശേഷം മലയാള വൃത്തമായ കാകളിയിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. ആരായിരുന്നു ജയദ്രഥൻ പോരിൻ്റെ വീറേറ്റു സൂര്യനെപ്പോലുജ്വലിച്ചവൻ, നന്ദിഘോഷത്തെ തകർക്കാൻ കുതിച്ചിടും സ്യന്ദനത്താൽ കുരുക്ഷേത്രം നടുക്കിയോൻ, ഗാന്ധാര പാഞ്ചാല ചേതിദേശാർണങ്ങളോരോന്നിനും കൊടിക്കൂറ കാത്തുള്ളവൻ, ആജാനുബാഹു ജയദ്രഥൻ കൺമുന്നിലാകുലനായി തളർന്നേ വന്നു നിൽക്കയായി. ഇവിടെ സംസ്കൃത മലയാള വൃത്തങ്ങളെ വളരെ മനോഹരമായി വളരെ നൈരന്തര്യത്തോടുകൂടി സമന്വയിപ്പിച്ചിരിക്കുകയാണ്. 6ഉം 7ഉം കാവ്യഭാഗങ്ങളിൽ ഗംഭീരമായ ശ്രദ്ധര ശ്ലോകങ്ങൾ ചേർത്തിരിക്കുന്നു. അതുപോലെ ശ്യാമമാധവത്തിലെ ധർമ്മദുഃഖം എന്ന 8-ാം കാവ്യഭാഗത്ത് മനോഹരമായ കുസുമമഞ്ജരി ശ്ലോകങ്ങളാണുള്ളത്. മേൽപ്പത്തൂർ നാരായണീയത്തിലൊക്കെ രാസക്രീഡ വിവരിച്ച കേശപാശധൃത പിഞ്ചിക വിദതി ആ ശ്ലോകങ്ങളൊക്കെ അതിൻ്റെ അതേ വൃത്തത്തിൽ തന്നെയാണ് ഇവിടെ ഇദ്ദേഹം ഈ ധർമ്മദുഃഖം എന്ന ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആരുമാരുമറിയാതെ ആദിമനിനാദമിന്നു ഘനമൗനമാം വ്യോമഗർഭമതിലായലിഞ്ഞു കലരുന്നു ഘോരനിനദങ്ങൾ തൻ, മായയാം കടലു നീന്തി എന്നതറിയുന്നു മാധവനൊടുക്കമീ വേളയിൽ, നിജസമാധി തൻ നെറുകയേറിയെത്തുമൊരു മാത്രയിൽ. തുടർന്ന് ശാർദൂല വിക്രീഡിതത്തിലുള്ള വേണ്ടാരാജ്യമരണ്യവാസമതിനേക്കാളും മഹത്വം തരും കാര്യം തന്നെ, തടഞ്ഞിടൊല്ല ഗുരുവാം നീ എന്നു ധർമാത്മജൻ, പാരം നിസ്വതയോടെയോതി അധികാരത്തിൻ്റെ ചെങ്കോലുമശ്രീതാവുന്ന കിരീടവും നിണമെഴും കാൽക്കൽ സമർപ്പിക്കയായി. ഇങ്ങനെ തുടങ്ങുന്ന ശാർദൂല വിക്രീഡിത ശ്ലോകങ്ങൾ പിന്നീട് രാധികാദണ്ഡകം എന്ന 9-ാമത്തെ ഭാഗത്തിലും രാധാമാധവം എന്ന 10-ാമത്തെ ഭാഗത്തിലും അരണ്യകൃഷ്ണൻ എന്ന 11-ാം ഭാഗത്തിലും ജ്ഞാനകൃഷ്ണൻ എന്ന 12-ാം ഭാഗത്തിലും ഛായാകൃഷ്ണൻ എന്ന 13-ാം ഭാഗത്തിലും അനന്തകൃഷ്ണൻ എന്ന 14-ാം ഭാഗത്തിലും ശാർദൂല വിക്രീഡിത ശ്ലോകങ്ങളെ തുടർന്ന് അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 15-ാമത്തെയും അവസാനത്തെയും ഭാഗമായ ശ്യാമമാധവത്തിൽ 9 കുസുമമഞ്ജരി ശ്ലോകങ്ങളാണുള്ളത്. അവിടെയൊക്കെ നമുക്ക് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിൻ്റെയൊക്കെ ഒരു അനുരണനങ്ങൾ അവിടെ കാണാൻ സാധിക്കും. കാളമേഘമലറുന്ന രാവിലിടവിട്ടിടാത്ത ഘനമാരിയിൽ കാരിരും പറയിലായി നിന്റെ ഭുവനപ്രവേശമതു ദുഃഖദം, അർദ്ധരാത്രി സമയത്തു ഘോരമിടിമിന്നലുള്ള ജലവീഥിയിൽ തന്നെയായി തവ ജീവയാനം അതിജീവനങ്ങൾ അതിസങ്കടം. ഇങ്ങനെ 9 കുസുമമഞ്ജരി ശ്ലോകങ്ങൾക്ക് ശേഷം ഒരു ശാർദൂല വിക്രീഡിത ശ്ലോകത്തോടുകൂടി അദ്ദേഹം ശ്യാമമാധവത്തെ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ സംസ്കൃത വൃത്തങ്ങളുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് ശ്യാമമാധവം എന്ന കാവ്യം. പിന്നീട് പൊന്നിൻ കൊലുസ് എന്ന സമാഹാരത്തിലെ കുടജാദ്രി എന്ന കവിതയിലും ചന്ദനനാഴി എന്ന സമാഹാരത്തിലെ ചിദംബരം എന്ന കവിതയിലും മല്ലിക എന്ന വളരെ താളബദ്ധമായ വൃത്തം കവി ഉപയോഗിച്ചിരിക്കുന്നു. കുമാരനാശാൻ്റെ ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും തുടങ്ങിയതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ആ മല്ലിക വൃത്തത്തിൽ അദ്ദേഹം കുടജാദ്രി എന്ന കവിതയിൽ
ആദിമൗനനഭസ്സിലന്നുളവായ നാദഗണത്തെ സംവേദനത്വമിയെന്ന മംഗലരാഗമാക്കിയ സാധകേ, നീളയിക്കുടജാദ്രിതൻ ഹരിതാഭചൂടിയ സാനുവിൽ താളമിട്ടു വരുന്ന കാറ്റലയാലെ നിന്നെയറിഞ്ഞു ഞാൻ. ഇങ്ങനെ തുടങ്ങുന്ന മനോഹരമായ 7 ശ്ലോകങ്ങൾ. അതുപോലെ തന്നെ ചന്ദനനാഴി എന്ന സമാഹാരത്തിലെ ചിദംബരം എന്ന കവിതയിൽ ഏകതാരയിലാദിനാദകണം തുളുമ്പിയ മാത്രയെ പാടിയൊന്നു വിളിച്ചു പൂത്തിതു നാദവർണ്ണ സരോരുഹം. ജ്ഞാനത്തിൻ്റെ ലയത്തിലെന്നെ മറന്നു വാർന്നൊഴുകിയിടവേ, രാഗധാര നിലച്ചു തേങ്ങി അമർന്നു പോയി കനവാകയും. ഇത്തരത്തിലുള്ള 5 ശ്ലോകങ്ങൾ. ചന്ദനനാഴി എന്ന സമാഹാരത്തിൽ ആഗ്നേയം എന്ന കവിതയിൽ മനോഹരങ്ങളായ 12 വസന്തതിലക ശ്ലോകങ്ങളാണുള്ളത്. അഗ്നേ നയിക്ക സുപഥങ്ങളിൽ അന്ധകാരം നിത്യേന മുറ്റിയ തിരറ്റമരുന്നു ലോകം. ദിക്കൊക്കയും പരതിവാതിലൊടുക്കമുള്ളിൽ സത്യം വിളഞ്ഞു തെളിയില്ലിനി മുക്തിമാർഗം. പൊന്നിൻ കൊലുസ് എന്ന സമാഹാരത്തിലെ വിവർത്തനം എന്ന കവിത ഉപേന്ദ്രവജ്രവൃത്തത്തിലുള്ള 8 ശ്ലോകങ്ങളാണ്. വിവർത്തനം ചെയ്യുകയാണു സൂര്യൻ ഹിമത്തെ നിത്യം ജലമായി രാവിൻ, കറുപ്പിനെ ചന്ദ്രികയായി ചന്ദ്രൻ ഉയർച്ചയെ താഴ്ചകളായി കാലം. ഇത് വളരെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ ഉപരി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സംസ്കൃത വൃത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ കവിതയുടെ സ്വച്ഛന്തമായ ഒരു പ്രവാഹം എപ്പോഴും സുഖപ്രദം തന്നെയാണ്. വൈലോപ്പിള്ളി മാഷ് പറഞ്ഞതുപോലെ സ്വതന്ത്രോല്ലാസത്താൽ പഴയ വഴിപുക്കൻ കവിതയും. ഇവിടെ പഴയ വഴിയിലൂടെ വളരെ ഉല്ലസിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് കാവ്യങ്ങളെ, കുറച്ച് കവിതകളെ പരാമർശിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. പുതിയ വഴിയിലൂടെയും പഴയ വഴിയിലൂടെയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉല്ലാസപ്രദങ്ങൾ തന്നെയാണ്. ഇനിയും ആ കാവ്യപ്രവാഹത്തിന്, സ്വച്ഛന്തമായ കാവ്യപ്രവാഹത്തിന് നമുക്ക് കാത്തിരിക്കാം.